പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ വരുൺ പൈസ നൽകാൻ തയ്യാറായതിനെ തുടർന്ന് വലിയൊരു കുരുക്കിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മനോജ്. ഇതേ തുടർന്ന് ലഭിച്ച പൈസയുമായി ബലരാമനെ കാണുന്നതിനായി മനോജ് എത്തുകയും സാർ, സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 10 ലക്ഷം രൂപ അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ഈ കാര്യം കേട്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ബലരാമൻ. അപ്രതീക്ഷിതമായ തിരിച്ചടിയാണല്ലോ ഇപ്പോൾ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബലരാമൻ ആലോചിക്കുന്നു. ഒരിക്കലും ഇങ്ങനെയുള്ള തിരിച്ചടികൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നറിയാതെ നിന്നു പോകുന്ന ബലരാമൻ നമ്മൾ ഇതല്ലല്ലോ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മനോജ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരികെ നൽകണം. എന്തായാലും കൺമണി ഇവിടേക്ക് ജോലിക്ക് വരില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത് കേൾക്കുന്ന ബലരാമൻ, നിന്നെ ജോലിക്കെടുത്തത് അവളെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ നിന്നെ ഈ കമ്പനിയിലേക്ക് എടുക്കുക പോലും ചെയ്യുകയില്ല എന്ന് ബലരാമൻ പറഞ്ഞതിനെ തുടർന്ന്, എന്നാൽ രാജിവെച്ച് പുറത്തു പോകാൻ ഞാനും തയ്യാറാണ്. എനിക്കും ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ സഹോദരിയെ വേദനിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ ഞാൻ തിരികെ തരാൻ തയ്യാറാണ്. ഈ പൈസ സാറിനെടുക്കാം. അല്ലാതെ എൻ്റെ സഹോദരി ഇവിടേക്ക് ജോലിക്ക് വരും എന്ന പ്രതീക്ഷ വേണ്ട. ഇതും പറഞ്ഞ് മനോജ് ഇറങ്ങി പോവുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ പ്രതീക്ഷ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഒരു നിമിഷത്തേക്ക്. മാത്രവുമല്ല, സമയം താൻ നൽകിയ പൈസയുടെ കാര്യം കൺമണി അറിയുകയാണ് എങ്കിൽ കൺമണി പിന്നെ തന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് വരുൺ മുന്നിലേക്ക് പോകുന്നത്. ഇനി വിവാഹം ഉടൻ തന്നെ നടക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവൾ എൻ്റെ സ്വന്തമായി മാറുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വരുൺ മുന്നിലേക്ക് പോകുന്നത്. ഇനി ഇതേപ്പറ്റി അവളെ ചെന്ന് കണ്ട് സംസാരിക്കുക തന്നെ വേണം. കൺമണി സത്യങ്ങൾ അറിയണം. എന്നാൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് വരുൺ വീണ്ടും കൺമണിയെ കാണാനെത്തിയിരിക്കുകയാണ്. വരുണിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയാണ് കൺമണി. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തിനാണ് വീണ്ടും വന്നത് എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന്, ഞാനിപ്പോൾ വന്നതിന് അതിൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വരുൺ, നമ്മുടെ കല്യാണം നടക്കാൻ പോവുകയല്ലേ, അതുകൊണ്ടാണ് കൺമണിയെ കാണുന്നതിന് ഞാൻ ഇവിടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന കൺമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. നമ്മുടെ കല്യാണമോ? മനസ്സിലായില്ല, എന്താണ് പറഞ്ഞത്? ഇത് കേട്ടതിനെ തുടർന്ന്, അതെ, അതിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് മനോജേട്ടൻ എന്നെ വന്ന് കണ്ടത്. മനോജേട്ടൻ ആവശ്യപ്പെട്ട തുക ഞാൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമ്മളുടെ കല്യാണം നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന്, അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനപ്പോ 10 ലക്ഷം രൂപ കൊടുത്തത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കൺമണിയോട്. ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി, മനോജേട്ടൻ എന്നോട് ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്നും അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞ് മുന്നോട്ട് വരേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തതോടെ ഒരു നിമിഷത്തേക്ക് വരുൺ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയോ? ആ ഒരു ചിന്ത മുന്നിലേക്ക് വന്നതിനെ തുടർന്ന്
ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വരുൺ. ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൺമണി മനോജിനെ ചെന്ന് കാണുകയാണ്. മനോജേട്ടാ, എന്നെ ഇന്ന് വരുൺ കാണാൻ വന്നിരുന്നു. ഇത് കേൾക്കുന്ന മനോജ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് വരുൺ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതേപ്പറ്റി ചോദിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. മനോജേട്ടൻ 10 ലക്ഷം രൂപ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എനിക്ക് സത്യമറിയണം. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന മനോജ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കൺമണി തനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്നുള്ള വാശിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ നീ അറിഞ്ഞത് സത്യം തന്നെയാണ് എന്ന് സമ്മതിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് മനോജ്. ഞാൻ വാങ്ങിച്ചു. നീ എന്തായാലും PR ഗ്രൂപ്പിലേക്ക് വരില്ല എന്നുള്ള തീരുമാനമെടുത്തില്ലേ? അപ്പോൾ അവർ നൽകിയ പൈസ തിരികെ കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്തായാലും ഇനി അരികയിൽ തന്നെ നിന്റെ ഇഷ്ടത്തിന് ജോലി ചെയ്തോളൂ. യാതൊരു പ്രശ്നവും അതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അപ്പോൾ ജോലിയുടെ അപ്പോൾ വിവാഹത്തിന്റെ കാര്യമോ അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കൺമണി. ഇത് കേട്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു മനോജ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.